ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് റെസിപ്പി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പഴയ ക്രിസ്ത്യൻ വീടുകളിലൊക്കെ കല്യാണത്തിന്റെ തലേ ദിവസം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഭവമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ തമിഴിലും കൂടെ കണ്ട പോലെ കുട്ടിച്ചാറ്. പണ്ടെല്ലാം ഒഴിവാക്കൂലേ, എല്ലാ ദിവസവും തലേ ദിവസം ഇത് നിർബന്ധം. ഇപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോകുന്ന കുടുംബങ്ങളും ഉണ്ട്. അപ്പൊ ഇപ്പൊ അത് ക്രിസ്ത്യൻസ് ഒന്നും ഇല്ല, അല്ലാതെ എല്ലാ ജാതിയിലും ആൾക്കാർ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാർക്ക് പലർക്കും അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയില്ല. അപ്പൊ എന്നെ ഇത് പഠിപ്പിച്ചത് എന്റെ അമ്മച്ചിയുടെ ചേച്ചി പിലാന്റിയാണ്. അപ്പൊ അത് ഫോട്ടോ വെച്ച് കാണുന്നത് അവരൊക്കെ അതൊക്കെ മെയിൻ ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആന്റിയുടെ അടുത്ത് നിന്ന് ഞാൻ പഠിച്ച റെസിപ്പിയാണ് മുട്ടിച്ചാറ്. അപ്പൊ ഇന്ന് ഇതാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി കാണാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ എല്ലൊക്കെ റെഡിയാണ് കേട്ടോ. നമ്മുടെ പോത്തിന്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ലാണ് നമ്മളിത് യൂസ് ചെയ്യണത്. അപ്പൊ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫസ്റ്റ് തന്നെ ഇത് വേവിക്കാൻ വെക്കണം, കാരണം ഇതിന് വേവ് കൂടുതലല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു കുക്കറിലേക്ക് നമ്മുടെ എല്ലാം ആദ്യം ഇട്ട് കൊടുക്കാം. ഇപ്പൊ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാലാണ് കേട്ടോ, ഇത് പോത്തിന്റെ കാൽഭാഗമാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോണത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചതച്ചതാണ് വെളുത്തുള്ളിയൊക്കെ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ ഒപ്പം നിൽക്കുന്ന വെള്ളം മതി കേട്ടോ, ഈ ഒരു അളവ് വെള്ളം മതി. ഇനി നമുക്കിത് അടച്ച് ഒരു 8-9 സ്റ്റീമോളം നമുക്കിത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ എല്ല് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് മുഴുവൻ കുരുമുളക് കേട്ടോ. എന്നിട്ട് അരക്കാൻ വേണ്ടിയുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പൊ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചട്ടിയാലും യൂസ് ചെയ്യാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കണായിരിക്കട്ടെ എപ്പോഴും നല്ലത് മുട്ടിച്ചാറിന്. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടാവുമ്പോ നമ്മൾ പച്ചമുളക്, ചെറിയ ഉള്ളിയാണ് കേട്ടോ, സവാളയല്ല ചെറിയ ഉള്ളി എന്ന് എടുക്കുക, കറിവേപ്പില, ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് സൈഡിലേക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് പതുക്കെ മാറ്റിയിട്ട് നമുക്ക് 2 ഐറ്റം ഇട്ട് കൊടുക്കണം. കറുവപ്പട്ടയില്ലേ, കറുവപ്പട്ടയും പെരുംജീരകവും ഇട്ട് കൊടുക്കണം കുറച്ച്. അതൊന്ന് പതുക്കെ ആ എണ്ണയിലിട്ട് ഇതൊന്ന് ആക്കിയിട്ട് ബാക്കി ഉള്ളിയും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പെരുംജീരകം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അരപ്പില്ലേ, തേങ്ങ അരക്കുമ്പോൾ ആ കൂട്ടത്തിലും ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം, 2 രീതിയിലും ഇടാം. ഒന്നില്ലെങ്കിൽ താളിക്കുമ്പോൾ ഇടാം, അല്ലെങ്കിൽ അരപ്പിന്റെ കൂടെ ഇടാം. ഇപ്പൊ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ മെയിൻ ആയിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ നമ്മൾ സ്വല്പം ഇടുള്ളൂ കേട്ടോ, ഒരു പേരിന്. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി,
അതൊരു 1.5 ടീസ്പൂൺ ഇട്ടൊന്ന് മൂപ്പിക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരപ്പിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ? ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് നമ്മുടെ എല്ലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ അരപ്പും എല്ലും എല്ലാം കൂടെ ഇതിൽ കിടന്ന് ഈ അരപ്പെല്ലാം നമ്മുടെ എല്ലിൽ പിടിക്കണം. അപ്പൊ അതുവരെ നമുക്ക് തീയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മിനിമം ഈ എല്ല് ഇതിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ എരിവ് കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾ കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കുരുമുളക് പൊടി. ഇപ്പൊ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഇറച്ചിക്കറിക്ക് ഇടുന്ന പോലെയൊന്നും കുറേയൊന്നും ഇടൂല. അപ്പൊ കുറച്ചിട്ടാ മതി. കൂടി ഒന്ന് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ. നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കറക്റ്റ് ചാറാണ്. ഇനി ഇതൊന്ന് കുറുകി നന്നായിട്ട് കുറുകി എല്ലാം വന്ന് ഇതിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പൊ നമുക്കൊന്ന് തിളക്കാൻ വെക്കാം. കുറച്ച് കറിവേപ്പില മേലെ ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ മുട്ടിച്ചാറ് റെഡി ആയിട്ടോ. നമ്മുടെ ചാറെല്ലാം നല്ല കുറുകി എല്ലിലോട്ട് ശരിക്കും പിടിച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഉണ്ടാക്കിയ മുട്ടിച്ചാറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നോൺ വെജ് കഴിക്കുന്നവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി നിങ്ങൾ എല്ലുമുട്ടി വാങ്ങാം. അതായത് പോത്തിന്റെ ബോൺ വാങ്ങിയിട്ട് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തപ്പോൾ വളരെ ഈസിയുമാണ്. നമ്മള് മുട്ടിച്ചാറിനൊക്കെ ആദ്യം നമുക്ക് കേട്ടപ്പോൾ ഭയങ്കര വലിയ സംഭവമാണ്, ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ എളുപ്പമാണെന്ന്. അപ്പൊ എന്റെ പല ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ റെസിപ്പി. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഫ്രണ്ട്സ്. ബൈ.